Hi everyone, welcome back to Simply Curious. സോ ലാസ്റ്റ് വീക്ക് ഈദ് ഹോളിഡേയ്സിൽ ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ രണ്ട് ഫ്രണ്ട്സും കൂടി ഒരു സ്മോൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ തോട്ട് ആ ജേണി നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന്. നല്ല തിരക്കുള്ള ഒരു സിറ്റി ലൈഫിൽ നിന്ന് കുറേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ഒരു വില്ലേജ് ഏരിയയിലേക്കാണ് ഞങ്ങൾ എത്തുന്നത്. ആക്ച്വലി ഈ ട്രിപ്പ് ഉണ്ടല്ലോ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് പ്ലാൻ ചെയ്ത് സെറ്റാക്കിയതാണേ. ഫ്രൈഡേ ആയിരുന്നു. ഫ്രൈഡേ ഞാനും ഹസ്ബൻഡും ചർച്ചിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു സ്ഥലമുണ്ട് നമുക്ക് പോയാലോ എന്ന്. അപ്പോൾ ഞങ്ങൾ ഓക്കെ പറഞ്ഞു, അങ്ങനെയല്ല സെറ്റാക്കി. ജസ്റ്റ് അപ്പോൾ തന്നെ വീട്ടിലേക്ക് എത്തി, വളരെ വേണ്ടുന്ന അത്യാവശ്യം സാധനങ്ങൾ എടുത്തു, അപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങുന്നു. അങ്ങനെ സെറ്റാക്കിയൊരു ജേണിയാണിത്. നമ്മൾ ട്രാവൽ ചെയ്ത വഴികളാണെങ്കിലും ഒട്ടും ട്രാഫിക് ഇല്ലാത്ത റോഡുകളായിരുന്നു. അതുപോലെ തന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലുമുള്ള സ്ഥലങ്ങളാണെങ്കിലും തരിശ് ഭൂമി, നമ്മുടെ സിറ്റി ലിമിറ്റിന് ശേഷം ഫുള്ള് തരിശ് ഭൂമികളായിരുന്നു. അതുപോലെ മലനിരകളും. പിന്നെ കുറച്ച് ദൂരം പിന്നിട്ട് കഴിയുമ്പോൾ ചെറിയ ചെറിയ ടൗൺസ് കാണാം. എന്നാൽ വീണ്ടും ആ ടൗൺ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഈ തരിശ് ഭൂമി തന്നെ. അങ്ങനെ ഒരു 1.5 hours ട്രാവൽ ചെയ്ത് ഞങ്ങളൊരു വലിയ മൗണ്ടൈൻ്റെ താഴ്വാരത്തെത്തി. അപ്പോൾ ഇനി നമ്മൾ ഈ മലയുടെ മുകളിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ പോയിൻ്റ് വരെ റോഡുള്ളൂ, അത് കഴിഞ്ഞ് ഓഫ് റോഡാണ്. സോ നമുക്കൊരു 4 വീൽ വെഹിക്കിൾ അത്യാവശ്യമാണ്, അതുണ്ടെങ്കിലേ പോകാൻ പറ്റൂ. അല്ലെങ്കിൽ പോകാൻ പറ്റുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ താഴെ 4 വീൽ ടാക്സി അവൈലബിൾ ആണ്. സോ അത് ചൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ റോഡിൻ്റെ എൻഡ് പോയിൻറ്റിലെത്തി. അവിടെ നമുക്ക് ബോർഡ് കാണാൻ കഴിയും. ഇനി 2.5 കിലോമീറ്റേഴ്സ് ഉണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനായ വക്കാൻ വില്ലേജിലേക്ക്. ഇവിടുന്ന് 2.5 കിലോമീറ്റേഴ്സ് ഫുള്ള് ഓഫ് റോഡാണ്. ഇതെൻ്റെ രണ്ടാമത്തെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് IV പോയ ടൈമിൽ ഐ തിങ്ക് ചിക്മംഗ്ലൂർ ഓർ സംതിങ്, എനിക്ക് പ്ലേസ് കറക്റ്റ് ഓർമ്മയില്ല. ആ സ്ഥലത്ത് അവിടെ ഒരു സ്ഥലത്തേക്ക് പോയത് ഓഫ് റോഡ്. പക്ഷെ അത് അവിടുത്തെ ലോക്കൽ വെഹിക്കിളാണ് പോയത്. അത് തന്നെ എനിക്ക് അത്ര ഓർമ്മയില്ല. പക്ഷേ എൻ്റെ ഓർമ്മയിലുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ അവിടെ പോയതെന്ന് വെച്ചാൽ ഇതുപോലെ മൺപാതയിൽ, ഇത് ഫുള്ള് മണ്ണാണ്. മണ്ണ് മീൻസ് ഭയങ്കര ഡ്രൈ മണ്ണ്. അവിടെ പക്ഷേ പോയത് ഫുള്ള് കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. ഇത് പക്ഷേ അതുപോലെയല്ല കേട്ടോ, ഇത് ഫുള്ള് മണ്ണാണ്. പിന്നെ വഴി ഭയങ്കര ചെറുത്. ചില പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും ശരിക്കും നമുക്ക് പേടിയാവും. പിന്നെ ക്രോസ് ഒരു വണ്ടിയും കൂടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പേടിയാവും കേട്ടോ. അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൂരെ നിന്ന് നോക്കിയാൽ മലയുടെ ഈ ഒരു മൗണ്ടൈൻ്റെ ഒരു മിഡ് പോർഷനിലാണ് ഈ ഒരു റോഡ് വരുന്നത്. നമുക്ക് താഴ്ന്ന് നോക്കിയാൽ തന്നെ, താഴെ മൗണ്ടൈൻ്റെ ബേസിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ റോഡ് കാണാം. ഭയങ്കര നേർത്ത രീതിയിൽ കാണാൻ കഴിയും. സോ ഇവിടെ ഫുള്ള് വളവും തിരിവും ഒക്കെ വന്നിട്ട് ചെറിയ മൃഗങ്ങളെ, കഴുത പോലെയുള്ള മൃഗങ്ങളെയൊക്കെ കാണാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങളെ പാർക്ക് ചെയ്യാനുള്ള ചെറിയ ചെറിയ സ്പോട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിർത്തിയിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഇച്ചിരി റെസ്റ്റ് എടുത്തിട്ട് പോകണമെങ്കിലോ ഒക്കെ നിർത്തി പോകാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ ബേസ് പോയിന്റിലേക്ക് എത്തി. ഇവിടെ നമുക്ക് വണ്ടി മുകളിൽ വരെ കൊണ്ടുപോകാൻ കേട്ടോ. മുകളിൽ നല്ല പാർക്കിംഗ് ഉണ്ട്. പക്ഷേ നമ്മൾ പോയ സമയത്ത് നല്ല തിരക്കായ കാരണം അവിടെ പാർക്കിംഗ് ഇല്ലായിരുന്നു. സോ നമ്മളെ തൊട്ട് താഴേക്കുള്ള ഒരു പാർക്കിംഗ് ഏരിയയിലേക്ക് വിട്ടു. അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ടാക്സി എടുത്ത് പോവാം. പക്ഷേ ഞങ്ങൾ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നടന്നു പോയതാണ്. പക്ഷെ വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അത്യാവശ്യം നല്ലപോലെ നടക്കാനുണ്ടായിരുന്നു. നല്ല കയറ്റമായിരുന്നു. ആൻഡ് നല്ലപോലെ ടയേർഡായി. ആ വളവ് കണ്ടില്ല, അത് ഫുള്ള് നമ്മൾ നടന്ന് കയറി വന്നു. പക്ഷെങ്കിൽ മുകളിലെത്തിയിട്ടുള്ള വ്യൂ അത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിലെത്തി. ഇവിടെ നിന്നാണ് ശരിക്കും, ഇവിടെ വരെ വണ്ടി പാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഫോർട്ട് പോലൊരു ഏരിയ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്റ്റെപ്സ് കയറിയാണ് നമ്മളൊരു വില്ലേജിലൂടെ കയറി ഇതിൻ്റെ ടോപ്പിലേക്ക് എത്തും. അറൗണ്ട് 700 to 720 സ്റ്റെപ്സ് ഉണ്ട് ഈ വില്ലേജിലൂടെ ഇതിൻ്റെ ടോപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ ഈ സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ തന്നെ ഒരു വിസിറ്റേഴ്സിനുള്ളൊരു ഗൈഡ് ലൈൻസ് ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് ഇവിടുത്തെ ലോക്കൽസിനെ റെസ്പെക്റ്റ് ചെയ്യണം, അവരുടെ ട്രഡീഷൻസിനെ റെസ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുറച്ച് ഗൈഡ് ലൈൻസ്. പിന്നെ ഈ വില്ലേജിൻ്റെ എൻട്രി ഗേറ്റിന് തൊട്ട് മുന്നേ ഒരു ചെറിയ കോഫി ഷോപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വില്ലേജിലേക്ക് എൻട്രി ചെയ്ത് ഫസ്റ്റ് കയറി വരുന്നത് തന്നെ ഒരു പോംഗ്രാനൈറ്റ് ഫാമിങ്ങിലേക്കാണ്. ഒരു
ചെറിയ ഏരിയയിൽ പോംഗ്രാനൈറ്റ്. അവിടുന്ന് പിന്നെയും മുന്നോട്ട് വരുമ്പോൾ പിന്നെ കുറച്ച് തൊട്ടടുത്ത ഒരു സ്ഥലത്ത് വീണ്ടും ഒരു ചെറിയ പോംഗ്രാനൈറ്റ് ഫീൽഡ് ഉണ്ട്. അവിടുന്ന് പിന്നെ മുന്നോട്ട് നമ്മൾ നടക്കുമ്പോഴത്തേനും പലതരം ഫാമിംഗ് നമുക്കിവിടെ കാണാൻ കഴിയും. ചില സ്ഥലത്ത് നമ്മുടെ ഈ മൗണ്ടെയ്ൻസിൻ്റെ തന്നെ ഒരു കേവ് ലൈക്ക് സ്ട്രക്ചേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്കവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു ബെഞ്ച് പോലെയൊക്കെ ഏരിയാസ് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുക്കാം. ഞങ്ങൾ പോയപ്പോഴേക്കും പോംഗ്രാനൈറ്റ് ഒക്കെ ഫ്ലവറിങ് സീസൺ ആയിരുന്നു. ഫുള്ള് റെഡ് കളേർഡ് ഫ്ലവേഴ്സൊക്കെ വന്നിട്ട് ചില ഫ്ലവേഴ്സൊക്കെ ഫ്രൂട്ട്സ് ആവാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ ഗ്രേപ്സ് ആണെങ്കിലും ഒന്നും ഗ്രേപ്സിൻ്റെ ഒന്നും ഫ്രൂട്ട് സീസൺ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു. സോ എല്ലാം ജസ്റ്റ് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സീസൺ ആയിരുന്നു എന്ന് തോന്നുന്നു. അറിയില്ല. എന്തായാലും ഞങ്ങൾ ചെന്നപ്പോൾ ഫുള്ള് ഗ്രീനറി ആയിരുന്നു. അതേസമയം ഈ വൊക്കാൻ വില്ലേജ് ഫേമസ് ആയത് ആപ്രിക്കോട്ട് ഫ്ലവേഴ്സ് കൊണ്ടാണ്. ഇവിടെ കൂടുതലുള്ളത് ആപ്രിക്കോട്ട്സ് ആണ്. അപ്പോൾ ഈ ആപ്രിക്കോട്ടിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് പിങ്ക് മിക്സ് ഷെയ്ഡാണ്. അപ്പോൾ ഈ ആപ്രിക്കോട്ട്സിൻ്റെ ഫ്ലവറിങ് സീസൺ ആകുമ്പോൾ ഭയങ്കര രസമാണ്. ഇത് ഫുള്ള് ഈ ഒരു വില്ലേജ് ഫുള്ള് ആ ഒരു വൈറ്റ് പിങ്ക് ഫ്ലവേഴ്സ് കൊണ്ട് നിറഞ്ഞിരിക്കും. നല്ല ഭംഗിയാണ് കാണാൻ. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഫ്ലവറിങ് സീസൺ കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കായ വന്നിട്ടുണ്ടായിരുന്നു ആപ്രിക്കോട്ട്സിലൊക്കെ. സോ അതിൻ്റെ ഫ്ലവറിങ് സീസൺ കഴിഞ്ഞിട്ടുണ്ടാവണം. പക്ഷേ ഓരോ പോയിന്റിൽ നിന്നും നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന വ്യൂ അത് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വൊക്കാൻ വില്ലേജ് ഫേമസ് ആയത് ഫലാറ്റ് സിസ്റ്റം ഇറിഗേഷൻ ആൻഡ് ടെറസ്ഡ് ഫാമിംഗ് ആണ് കേട്ടോ. ഫലാറ്റ് സിസ്റ്റം ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ മൗണ്ടെയ്ൻസിൻ്റെ ടോപ്പിൽ നിന്ന് ചെറിയ നീരുറവകളൊക്കെ ഇല്ലേ, അതിനെ കളക്ട് ചെയ്ത് ഒരു വാട്ടർ സിസ്റ്റം ജനറേറ്റ് ചെയ്ത് ഇതുപോലെ ചെറിയ ചെറിയ ചാനൽസ് വഴി ഫാമിങ്ങിന് ആ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അതിനെയാണ് ഫലാറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒമാനിൽ 1000+ ഇയേഴ്സ് ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു ട്രഡീഷണൽ ഇറിഗേഷൻ മെത്തേഡാണ്. ഇലക്ട്രിസിറ്റിയോ മെഷീൻസോ ഒന്നും യൂസ് ചെയ്യാതെ നാച്ചുറലി ഗ്രാവിറ്റി പുൾ കാരണം ഈ മൗണ്ടെയ്ൻസിൻ്റെ ടോപ്പിൽ നിന്നുള്ള വാട്ടർ ഫാംസിലേക്ക് എത്തും. ഇതാണ് ഫലാറ്റ് ഇറിഗേഷൻ വാട്ടർ സിസ്റ്റം. അതേപോലെ ഈ വൊക്കാൻ വില്ലേജ് ഫേമസ് ആയിരിക്കുന്നത് ടെറസ്ഡ് ഫാമിങ്ങിനാണ്. അതായത് ഒരു പ്ലോട്ടിനെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ട് തിരിച്ച് അവിടെ ഫാം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റെപ്സ് കയറി മുകളിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് കാണാം കുറേ കേവ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാൻ കഴിയും. ഇത് ശരിക്കും നല്ല കേവ് പോലെ ഉള്ളിലേക്ക് നല്ല ഒരു ഹിഡൻ പ്ലേസ് പോലൊക്കെയുള്ള സ്ട്രക്ചറാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ചുകൂടെ മുകളിലേക്ക് പോകണം. ഏറ്റവും ടോപ്പിൽ പോയിട്ട് അവിടെ ഒരു നമ്മൾ ഫസ്റ്റ് കണ്ട പോലെ ഒരു ഫോർട്ട് ലൈക്ക് സ്ട്രക്ചറുണ്ട്. അതുപോലെ ഇതിപ്പം ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. ആ ടോപ്പിൽ നിന്നുള്ള വ്യൂ ഭയങ്കര അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹസ്ബൻഡ് ടോപ്പ് വരെ പോയില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ ആ ഒരു കേവിലേക്ക് സ്ട്രക്ചർ ഉണ്ടല്ലേ അവിടെ വരെ പോയുള്ളൂ. അവിടെ വരെ ആയപ്പോഴത്തേക്കും ഞാൻ തളർന്നു. അപ്പോൾ ഹസ്ബൻഡും പോയില്ല. ഞങ്ങൾ രണ്ടുപേരും അവിടെ വരെ പോയുള്ളൂ. പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ ടോപ്പ് വരെ പോയി. അവരാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ, ടോപ്പിൻ്റെ വീഡിയോ ഒക്കെ എടുത്തത്. സോ പക്ഷേ ഈ വീഡിയോസ് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. മുകളിൽ വരെ പോകേണ്ടുന്നതായിരുന്നു എന്ന് തോന്നി. ഞാൻ ശരിക്കും ആ കേവിൻ്റെ അവിടെ എത്തിയപ്പോഴും ഞാൻ ഭയങ്കര ടയേർഡായി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു മുകളിൽ ഇതൊക്കെ തന്നെയല്ലേ, നമ്മൾ വെറുതെ സ്റ്റെപ്പ് കയറണ്ടായിരുന്നു. പക്ഷേ മുകളിൽ നിന്നുള്ള ആ ബ്യൂട്ടിഫുൾ വ്യൂ എനിക്ക് മിസ് ചെയ്തു. കയറാമായിരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ കേവിൻ്റെ അവിടെ നിന്ന് പിന്നെ കുറച്ചും കൂടി ഉണ്ടായിരുന്നുള്ളൂ. സോ കയറാമായിരുന്നു എന്ന് പിന്നീട് തോന്നി. എന്തായാലും വീഡിയോ എടുക്കുന്ന ഫ്രണ്ട്സിന് ബിഗ് താങ്ക്സ്. നമ്മളൊരു 6 മണിയായപ്പോഴത്തേക്കും തിരിച്ചിറങ്ങി കേട്ടോ. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് പറയാതെ വയ്യ. പൊതുവേ ഒമാനിൽ നല്ല ചൂടുള്ള ക്ലൈമറ്റാണ്. പക്ഷേ ഈ വില്ലേജിൽ നല്ല സൂതിങ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. ലൈക്ക് ഒരുപാട് തണുപ്പുമല്ല, എന്നാൽ നല്ല ചൂടുമല്ല. ഒരു എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ റിഫ്രഷിങ്. നമ്മുടെ മൈൻഡൊക്കെ നല്ല റിഫ്രഷ് ആവും നമ്മൾ ഈ ഒരു പ്ലേസ് പോയാൽ. ഒരുപാട് ക്രൗഡഡ് അല്ല, നല്ലൊരു കാം ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റും. ആ ഒരു ഗ്രീനറി അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നേ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തത് മുകളിലേക്ക് കയറിയതിനേക്കാളും താഴോട്ട് ഇറങ്ങിയതാണ്. കാരണം മേ ബി എനിക്ക് ആ ഒരു മുകളിലേക്ക് കയറിയപ്പോൾ സ്റ്റെപ്സ് ഇത്രയും കയറണമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം തിരിച്ചിറങ്ങിയപ്പോൾ നൈസായിരുന്നു. മിക്കവാറും ഉള്ള പോർഷൻസൊക്കെ ഇങ്ങനെ ആർക്ക് പോലെ ട്രീസ് ഇങ്ങനെ വളർന്നു നിൽക്കുന്നതൊക്കെ കാണാൻ, അത് ഞാൻ ശരിക്കും താഴോട്ട് ഇറങ്ങിയപ്പോഴാട്ടോ നോട്ടീസ് ചെയ്തത്.
നമ്മളിങ്ങനെ താഴെ എത്തിയപ്പോഴത്തേക്കും എല്ലാവരും നല്ല ടയേർഡായി. നമ്മൾ ആ ഒരു ഗേറ്റ് വില്ലേജിന് എൻട്രി ഗേറ്റിൻ്റെ അവിടെ ഒരു കോഫി ഷോപ്പുണ്ട്. അപ്പം ഹസ്ബൻഡും ഫ്രണ്ട്സും കൂടി അവിടെ നിന്ന് കോഫി മേടിച്ചിട്ട് പോകാം എന്നൊക്കെയുള്ള പ്ലാനാണ്. അപ്പോൾ ആ കോഫി ഷോപ്പിൻ്റെ അവിടെ നമുക്ക് ഒമാൻ്റെ ഒരു മാപ്പൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ നമ്മുടെ പാർക്കിങ്ങിലുമുണ്ട് ഒരു കോഫി ഷോപ്പുണ്ട്. നമ്മൾ വണ്ടി താഴത്തെ പാർക്കിങ്ങിൽ ഇട്ട കാരണം അവിടെ വരെ എത്തുക എന്നുള്ളത് നല്ല ടാസ്ക് ആയിരുന്നു. ശരിക്കും നല്ല ഡ്രൈ ആയിട്ടുള്ള ഈ മണ്ണിലൂടെ നടന്നു കയറുക എന്നുള്ളത് ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ പതിയെ നടന്നിറങ്ങിയാൽ വീഴുമോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓടുമായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ വണ്ടിയിൽ തിരിച്ചു കയറി. നമ്മൾ ഈ മൺപാതയിലൂടെ കുറച്ച് സമയം നടന്നുകൊണ്ട് തന്നെ ഷൂ ഫുള്ള് മണ്ണായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ വണ്ടിയിൽ പോകുമ്പോഴും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എനിവേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മൈൻഡ് നല്ലപോലെ നമുക്ക് റിലാക്സ് ആക്കാൻ പറ്റുന്നൊരു സ്ഥലമായിരുന്നു. ഓവർ ക്രൗഡഡ് ഒന്നുമല്ല. വീക്കെൻഡ്സിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഹോളിഡേയ്സിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് പോയി ഫാമിലി ആയിട്ടും പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഒരു 3 to 4 hours അവിടെ സ്പെൻഡ് ചെയ്യാൻ വർത്തി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. സോ ഇതായിരുന്നു ഈദ് ഹോളിഡേയ്സിലെ ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, comment and subscribe. Thank you for watching.